വായയുടെ ഉൾഭാഗത്തെ മൃദുവായ കോശങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ മോണയുടെ അടിഭാഗത്തുണ്ടാവുന്ന മൃദുവായ കോശങ്ങളിലെല്ലാം ഉണ്ടാവുന്ന ചെറിയ ആഴത്തിലല്ലാത്ത ചെറിയ വ്രണങ്ങളെയാണ് നമ്മൾ വായ്പുണ്ണ് എന്ന് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ മഞ്ഞ കളർ അല്ലെങ്കിൽ വെള്ള കളറിലോ കാണപ്പെടുന്നുണ്ട്. അതിന് ചുറ്റും ഒരു റെഡ്നെസ്, ഒരു നീര് വന്ന പോലെയും കാണുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ വായ്പുണ്ണ് ഒരു 7 അല്ലെങ്കിൽ 10 ദിവസത്തിൽ ഭേദമാകേണ്ടതാണ്. എന്നാൽ വായ്പുണ്ണ് നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, ഇതിൻ്റെ ഭക്ഷണ രീതികൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ ആര്യ ഫ്രം ബാസൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, നടക്കാവ്. വായ്പുണ്ണിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാം നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് പോഷകക്കുറവ്. അതായത് വൈറ്റമിൻ B12-ൻ്റെയോ ഫോളിക് ആസിഡിൻ്റെയോ അല്ലെങ്കിൽ സിങ്കിൻ്റെയോ കുറവ് മൂലം നമുക്ക് വായ്പുണ്ണ് വരും. ദെൻ സെക്കൻഡ് പറയുന്നതാണ് മാനസികമായി ഉണ്ടാകുന്ന സമ്മർദ്ദം, സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉറക്കമില്ലായ്മയോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷിയെ ബാധിക്കുകയും വായ്പുണ്ണുണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ വായിലുണ്ടാവുന്ന മുറിവുകളാണ്. സാധാരണയായിട്ട് നമ്മൾ പല്ല് തേക്കുമ്പോൾ ഉണ്ടാവുന്ന മുറിവുകൾ അല്ലെങ്കിൽ കൃത്രിമമായിട്ടുണ്ടാവുന്ന പല്ലിൽ നിന്നുണ്ടാവുന്നത്, പല്ലിൽ കമ്പി ഇടുമ്പോൾ ഉണ്ടാവുന്ന മുറിവുകളെല്ലാം നമ്മൾ വായ്പുണ്ണിലേക്കുള്ള ഇതിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഭക്ഷണ രീതിയിലാണ്. കൂടുതലായിട്ട് നമ്മൾ എരിവുള്ളതോ അല്ലെങ്കിൽ പുളിയുള്ളതോ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നവരിൽ സാധാരണയായിട്ട് വായ്പുണ്ണിൻ്റെ സാധ്യത, റെക്കറൻസി എല്ലാം കൂടുതലായിട്ട് കാണുന്നുണ്ട്. വേറൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിലെ അസുഖങ്ങളാണ്. അതായത് ഗ്യാസ്ട്രൈറ്റിസ്, H. പൈലോറി ഇൻഫെക്ഷൻസ് ഒക്കെ കൂടുതലുള്ളവരിൽ ഈ റെക്കറൻസി, വായ്പുണ്ണിനുണ്ടാവുന്ന റെക്കറൻസിയും കൂടുന്നുണ്ട്. പിന്നെ ഒന്നാണ് ഹോർമോണൽ ഇൻബാലൻസ്. സ്ത്രീകളിൽ ആർത്തവം, അതായത് മെൻസസിനോടനുബന്ധിച്ച് വായ്പുണ്ണുണ്ടാവാനുള്ള ചാൻസും കൂടുതലുണ്ട്. ഈ പറഞ്ഞതെല്ലാമാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ. മറ്റ് കാരണങ്ങൾ എന്തെല്ലാം പറഞ്ഞാൽ നമുക്ക് ചൂടുള്ള പദാർത്ഥങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നവരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള മെഡിക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത് എല്ലാവരിലും ഈ വായ്പുണ്ണ് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. വായ്പുണ്ണിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? വേദനയോട് കൂടിയുള്ള വ്രണങ്ങളാണ് ഇത് കാണപ്പെടുന്നത്. എന്നാൽ ഈ വ്രണങ്ങൾ വരുന്നതിന് മുന്നേ ആ ഭാഗങ്ങളിൽ ചെറുതായിട്ട് തരിപ്പോ അല്ലെങ്കിൽ വേദനയോ തുടങ്ങുന്നതാണ്. പിന്നെ ഈ വായ്പുണ്ണുള്ളവരിൽ കൂടുതലായിട്ട് എരിവുകളോ അല്ലെങ്കിൽ പുളിയോ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടും കാണപ്പെടുന്നുണ്ട്. ഈ മുറിവുകൾക്ക് ചുറ്റും നീര് പോലെ ചുവന്ന രീതിയിൽ തടിപ്പുകളും കാണുന്നുണ്ട്. ഇനി വായ്പുണ്ണുള്ളവർക്ക് നമുക്ക് എന്തൊക്കെ ഫുഡുകൾ കഴിക്കണമെന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മൾ തണുത്ത ഫുഡുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് മോര്, ഫ്രഷ് ജ്യൂസ് എന്നിവ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. ഇളനീർ വെള്ളം അതുപോലത്തെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ചൂട് കുറയ്ക്കുകയും ഇതുപോലെ വായ്പുണ്ണിന് ഒരു റെക്കറൻസി കുറയുകയും ചെയ്യുന്നു. പിന്നീടുള്ളതാണ് നമ്മൾ പഴങ്ങൾ കഴിക്കുക. അതായത് തണ്ണിമത്തൻ, പപ്പായം, നേന്ത്രപ്പഴം പോലുള്ള പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഭക്ഷണ രീതിയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമുക്ക് ചവയ്ക്കാൻ പറ്റിയത്, അതായത് നല്ലപോലെ മൃദുവായിട്ടുള്ള ഫുഡുകൾ, ചോറാണെങ്കിൽ നല്ലപോലെ വേവിച്ചത്, കഞ്ഞിയാണെങ്കിൽ അതുപോലെ നല്ല വേവിച്ച കഞ്ഞി അതുപോലെ കഴിക്കുന്നത് കുറച്ചുകൂടെ കൂടുതൽ ബെറ്റർ ആയിരിക്കും. എന്തൊക്കെ ഫുഡുകളാണ് ഒഴിവാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ എരിവും പുളിയും ഉള്ള കറികൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പിന്നീട് പറയുന്നതാണ് നമ്മൾ വറുത്ത പലഹാരങ്ങൾ. ഇവ കാരണം നമ്മൾ വായ്പുണ്ണിൽ ഏൽക്കുകയും കാരണം ഈ വ്രണങ്ങൾ കൂടുതൽ മുറിയാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ വറുത്ത പലഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ചൂടിൽ ചായയും അതുപോലെ കോഫി അതിൻ്റെ ചൂടിൽ കുടിക്കുമ്പോൾ ഈ വ്രണങ്ങൾ കൂടുതലായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആസിഡ് കണ്ടന്റുള്ള ഫ്രൂട്ട്സ്, നാരങ്ങ, ഓറഞ്ച് എന്നീ ഫ്രൂട്ട്സുകൾ കൂടുതലായിട്ട് ഈ വ്രണങ്ങളിൽ ഏൽപ്പിക്കുകയും ഇത് ഇറിറ്റേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി വീട്ടിൽ ചെയ്യാവുന്ന ടിപ്പ് എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായ കഴുകണം. ഇങ്ങനെ വായ കഴുകുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ ആ വ്രണങ്ങളിൽ കൂടുതൽ അണുബാധ ഏൽക്കാതെ ഒന്ന് ഹീൽ ചെയ്യുന്നതിന് നമുക്ക് ആക്കം കൂട്ടി കൊടുക്കുകയും അതുപോലെ അതിൻ്റെ വേദന കാര്യങ്ങൾ കുറച്ച് തരികയും ചെയ്യുന്നുണ്ട്. ഈ വായ്പുണ്ണുള്ളപ്പോൾ എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വായ്പുണ്ണിൻ്റെ വലിപ്പം കൂടിക്കൂടി വരിക, ഇതൊരു ഹീലിങ്ങിലോട്ട് പോകുന്നില്ല, മുറിവ് ഉണങ്ങുന്നില്ല എന്ന് കണ്ടാലും അതുപോലെ തന്നെ ഈ മുറിവിനോടൊപ്പം നമുക്ക് അസുഖങ്ങൾ കൂടുതലായിട്ട് വരികയും പനി പോലുള്ള അസുഖങ്ങൾ വരികയും നമുക്ക് ഫുഡ് ഇറക്കാൻ പറ്റാത്ത രീതിയിൽ കൂടുതലായിട്ടുള്ള വേദന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൺസൾട്ടേഷനോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.